ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഒരു പുതിയ അനിമെ സീരീസ് ആണ്, കൈജു നമ്പർ 8 സീസൺ 2. കൈജു നമ്പർ 8ന്റെ സീസൺ 1 എല്ലാ എപ്പിസോഡും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു അത്. അതിൽ ഓരോ എപ്പിസോഡ് തീരുമ്പോഴും ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെയാണ് സീസൺ 2ലെ എല്ലാ എപ്പിസോഡ്സും പോകുന്നത്. നിങ്ങൾക്കും എന്തായാലും ഈ സീസണും എപ്പിസോഡ്സ് ഒക്കെ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വലിയൊരു അലാറം സൗണ്ടോട് കൂടെയാണ്. ആ സമയം കഫ്ക ഹിബിനോയും മീന ആഷിരോയും കൂടെ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുവാണ്. ആ സ്ഥലത്ത് വളരെ വലിയൊരു കൈജു വന്നിട്ടുണ്ട്. എല്ലാ ജനങ്ങളും പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മീന താഴെ വീഴാണ്. അപ്പൊ കരയുന്ന മീനയെ കണ്ട് കഫ്ക, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, നീ എഴുന്നേക്ക്, ആ എത്തി ഡിഫൻസ് ഫോഴ്സ് എത്തി, ഇനി ആ കൈജുവിനെ പിടിച്ച് കൊല്ല് എന്ന് പറഞ്ഞ് കാറുവാണ് കഫ്ക. പെട്ടെന്ന് അവിടെയുള്ള ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് ഇവരുടെ മേത്തേക്ക് വീഴുവാണ്. എന്നിട്ട് നോക്കുമ്പോ മീനനെ അവിടെ കാണാനില്ല. കഫ്ക എന്നിട്ട് മീന എന്ന് പറഞ്ഞ് അലറുവാണ്. പെട്ടെന്ന് അവിടെ നോക്കുമ്പോ ഡിഫൻസ് ഫോഴ്സ് മൊത്തം അവിടെ ഗണ്ണൊക്കെ വെച്ച് റെഡി ആയി നിപ്പുണ്ടായിരിക്കും. ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഡിഫൻസ് ഫോഴ്സ് ആയ മീന കയ്യിൽ ഗണ്ണും വെച്ച് പവറും കയറ്റി അവിടെ നിപ്പുണ്ടായിരിക്കും. ഹീബിനോ കഫ്ക ഇല്ല, കൈജു നമ്പർ 8 ഓപ്പൺ ഫയർ എന്ന് പറയുവാണ്. അങ്ങനെ അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന ഡിഫൻസ് ഫോഴ്സ് മൊത്തം ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഫ്കക്കെതിരെ. അങ്ങനെ മുകളിൽ നിന്ന് എയറോപ്ലെയിൻ വഴിയൊക്കെ ഫയർ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കഫ്ക കൈജുവിന്റെ പവർ യൂസ് ചെയ്തിട്ട് എയറോപ്ലെയിനെ തകർക്കുവാണ്. അങ്ങനെ കഫ്ക എല്ലാ കൈജുക്കളെ പോലെ ഭയങ്കരമായ വലിയൊരു കൈജുവായി മാറിയിട്ട് എല്ലാരും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ സ്ഥലം മുഴുവനും ബ്ലാസ്റ്റ് ആക്കുവാണ് കഫ്ക. അപ്പോഴായിരിക്കും നമ്മുടെ കഫ്ക സ്വപ്നത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്. അവൻ ഇത് കണ്ടത് മൊത്തം സ്വപ്നമായിരിക്കും. അങ്ങനെ കഫ്ക എഴുന്നേറ്റ് സമാധാനപ്പെട്ടിട്ട് നീങ്ങുമ്പോഴത്തേനും കട്ടിലിന്റെ താഴെ വീഴുവാണ്. അടുത്ത സീനിൽ ജാപ്പൻ ഡിഫൻസ് ഫോഴ്സ് 3rd ഡിവിഷൻ ടച്ചിക്കാവ ബേസ് കാണിക്കുവാണ്. കഴിഞ്ഞ അറ്റാക്കില് ആ സ്ഥലം മൊത്തം നാശമായിട്ടുണ്ടാവും. കഴിഞ്ഞ സീസണില് ആ കൈജു ഒരു ആറ്റം ബോംബായി മാറിയതിനു ശേഷം നമ്മുടെ കഫ്ക കൈജു നമ്പർ 8 ആയിരിക്കും വളരെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാലും അവിടെ മൊത്തം നശിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ നോക്കി കണ്ടോണ്ടിരിക്കുകയായിരിക്കും മീന. അപ്പൊ അവിടേക്ക് സോഷിരോ ഹോസീന വരുവാണ്. ഓരോ ഇൻഫർമേഷൻ ഉണ്ട്. 5 ദിവസമായി ഡിസിഷൻ ഉണ്ടാക്കിയിട്ട്, പക്ഷെ ഇപ്പോഴും കഫ്കയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ഇന്നും അറിയത്തില്ല. അവരൊന്നും കൺഫേമും ചെയ്തിട്ടില്ല. ഈ സ്ഥലങ്ങളൊക്കെ എന്തായാലും പഴയ പോലെ ആക്കണമെങ്കിൽ കുറെ ദിവസമാവും. ആ ഇഡിയറ്റ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കുപ്പയാക്കി എന്ന് പറഞ്ഞ് കൈജു നമ്പർ 8നെ ഓർക്കുവാണ്. അപ്പൊ മീന, ഇന്നല്ലേ പുതിയ യൂണിറ്റുമായിട്ട് റുക്കീസിന് മീറ്റിംഗ് ഉള്ളത്? അതെ, ഇന്ന് തന്നെയാണ് എന്ന് ഓഷിന് പറയുവാണ്. അങ്ങനെ പുതിയ യൂണിറ്റിലേക്ക് റെനോ ഇച്ചിക്കാവയും ഇഹാരു ഫുറുഹാഷിയും കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇഹാരു പുതിയ സ്ഥലത്തിലുള്ള പാലസ് കണ്ടിട്ട് അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെനോ, കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തേടാന്ന് പറയുവാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇരിക്കുവാണ്. അപ്പൊ ഇഹാരു, നീ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കാതെടാ, പുതിയ യൂണിറ്റില് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ റെനോ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡിഫൻസ് ഫോഴ്സിൽ ചേർന്നിട്ട് മട്സുമോട്ടോ കാസിൽ കാണാൻ പറ്റുന്നു എന്ന് ഇഹാരു പറയുവാണ്. പക്ഷെ എനിക്ക് ഇന്നും നമ്മുടെ പഴയ ചങ്കിന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത. ഇനി അവൻ തിരിച്ചു വന്നാലും പഴയ പോലെ അവനെ കൊണ്ട് ഡിഫൻസ് ഫോഴ്സിൽ ഒരു മെമ്പർ ആകാൻ സാധിക്കുവോ? പെട്ടെന്ന് റീനോ ചിരിക്കുവാണ്. അവൻ കൈജുവായ മാറിയ ഉടനെ സെൻപായ് എന്നോട് ചോദിച്ചത് എനിക്കിപ്പോഴാണ് ഓർമ്മ വരുന്നത്. എനിക്കിപ്പോ എന്താ സംഭവിച്ചത് എന്നാണ് അവൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റെനോ, അവൻ എന്തായാലും തിരിച്ചു വരും. അങ്ങനെ അവര് ഡിഫൻസ് ഫോഴ്സിലെ 4th ഡിവിഷൻ മട്സുമോട്ടോ ബേസിലേക്ക് പോവുകയാണ്. അപ്പൊ ഇഹാരു, എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ റെനോ, ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ഇന്നും സ്ട്രോങ് ആകും. എന്നിട്ട് ഞാൻ സെൻപായിനെ പ്രൊട്ടക്ട് ചെയ്യും. ആ ഡിവിഷനില് നേരത്തെ തന്നെ കിക്കോരു ഷിനോമിയ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരിക്കും. അവളുടെ വാട്സപ്പ് ഗ്രൂപ്പില് ഇഹാരു അയച്ച ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അവള് കഫ്കേനെ ഓർമ്മിക്കുവാണ്. അവൻ ഫുള്ള് കൈജുവായി മാറിക്കഴിഞ്ഞാ ഞാൻ അവനെ നിർത്തണം. എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നും സ്ട്രോങ് ആയേ പറ്റുള്ളൂ. അപ്പൊ അവിടേക്ക് ഹീജി ഹാസെഗാവ എന്ന് പറഞ്ഞ 1st ഡിവിഷൻ വൈസ് ക്യാപ്റ്റൻ വരുവാണ്. നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു. അപ്പൊ ഷിനോമിയ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുവാണ്. ഞാൻ നിങ്ങളെ ക്യാപ്റ്റന്റെ ഓഫീസിലേക്ക് കൂട്ടിയിട്ട് പോവാം. എനിക്ക് ഉറപ്പുണ്ട് 3rd ഡിവിഷൻ ക്യാപ്റ്റൻ ആഷിരോ നിനക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ നീ ഇവിടെ ടച്ചിക്കാവ ബേസ് തിരിച്ച് റീബിൽഡ് ചെയ്യുന്നത് വരെ 1st ഡിവിഷനിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഷിനോമിയ ഓക്കെ സാർ എന്ന് പറയുവാണ്. ഷിനോമിയ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, 1st ഡിവിഷൻ ജപ്പാനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും അത്. ഞാൻ അമേരിക്കയിൽ താമസിച്ച
അന്വേഷിച്ചപ്പോ വരെ അവിടെയുള്ള എല്ലാവർക്കും ഫസ്റ്റ് ഡിവിഷനിലുള്ളവരുടെ പേരറിയായിരുന്നു. ഈ സ്ഥലം എന്റെ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് സ്ഥലമായിരിക്കും. അങ്ങനെ അവർ ക്യാപ്റ്റന്റെ ഡോറിന്റെ മുമ്പിൽ എത്തുവാണ്. അപ്പൊ ഷിനോമിയ ജപ്പാനിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിവിഷന്റെ ക്യാപ്റ്റൻ ആണ്. എനിക്ക് ക്യാപ്റ്റന്റെ കൂടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. എന്നിട്ട് വൈസ് ക്യാപ്റ്റൻ, ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ജപ്പാൻ ഡിഫൻസ് ഫോഴ്സിലെ ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റൻ ജെൻ നറുമി എന്ന് പറഞ്ഞിട്ട് വാതില് തുറക്കുമ്പോഴത്തേനും ക്യാപ്റ്റൻ അവിടെ കിടന്ന് ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരിക്കും. അത് കണ്ടിട്ട് വൈസ് ക്യാപ്റ്റൻ കഥ അടച്ചിട്ട് 1 മിനിറ്റ് എന്ന് ഷിനോമിയന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ റൂമിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് വൈസ് ക്യാപ്റ്റൻ ഒരൊറ്റ ചവിട്ടി വിട്ടുകയാണ്. അവൻ പറന്നുപോയി അപ്പുറത്തേക്ക് വീഴും. എന്നിട്ട് അവൻ അവിടെ എഴുന്നേറ്റ് കാറുവാണ്, എന്റെ BS5 ഹാസെഗാവ നിങ്ങൾ ഒരു മോൺസ്റ്റർ ആണ്. അപ്പൊ വൈസ് ക്യാപ്റ്റൻ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് അവൾ ഇവിടെ വരും, 2 മണിയാവുമ്പത്തേനും നീ റൂം മൊത്തം ക്ലീൻ ആക്കി വെക്കണമെന്ന്. അപ്പൊ ജെന്ന അവിടെ ഇരുന്നിട്ട്, അത് എന്റെ ഡിസിഷൻ അല്ലല്ലോ, എനിക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതല്ലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേനും വൈസ് ക്യാപ്റ്റൻ പിന്നെ ഒരു ചവിട്ടി വിട്ടുകയാണ്. എന്നോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം, നിന്റെ മടി കാരണമല്ലേ നീ ഇവിടെ ക്ലീൻ ആക്കാത്ത. എന്നിട്ട് ജെന്ന അവിടെ വന്നിട്ട് കാറുവാണ്, ഇത് എന്റെ റൂമാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വെക്കും. അപ്പൊ വൈസ് ക്യാപ്റ്റൻ, ഇത് നിന്റെ റൂമൊന്നും അല്ല, ഇത് ഇവിടെയുള്ള ഡിഫൻസ് ഫോഴ്സിന്റെ ആണ്. അപ്പൊ ജെന്ന്, ഓ ശരി, അപ്പൊ നിങ്ങളുടെ റൂം നിങ്ങൾ തന്നെ ക്ലീൻ ആക്കിക്കോ. അങ്ങനെ വൈസ് ക്യാപ്റ്റൻ അവിടെ റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിടുവാണ്. ജെന്നിനെ പിടിച്ച് പൂച്ചക്കുട്ടീനെ തൂക്കുന്ന പോലെ തൂക്കിയെടുത്തോണ്ട് വരുവാണ്. അപ്പൊ ജെന്ന്, എന്റെ സാധനങ്ങൾ തൊട്ടു പോരുത്. എന്നിട്ട് വൈസ് ക്യാപ്റ്റൻ ഷിനോമിന്റെ അടുത്ത്, ഇതാണ് നറുമി നമ്മുടെ ക്യാപ്റ്റൻ, അവന് നിന്നെ കണ്ടതിൽ സന്തോഷം. അപ്പൊ ഷിനോമി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, എന്റെ ദൈവമേ ഇവനെ കണ്ടിട്ട് 0 റെസ്പെക്ട് ആണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പൊ ജെന്ന്, ഓ നീ ഇസാവോ സാൻസിന്റെ മകളല്ലേ, ഇവിടെ എല്ലാവരും അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഷിനോമിയെ മനസ്സിൽ, ഓ ഇയാൾ എന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ. എന്നിട്ട് അവൾക്ക് ഇഷ്ടമല്ലാണ്ട് സല്യൂട്ട് ചെയ്യാണ്, ഞാൻ കിക്കരു ഷിനോമിയ 3rd ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നതാണ്, ഞാനിവിടെ കുറച്ച് ദിവസത്തേക്ക് ഫസ്റ്റ് ഡിവിഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നോട് പറയൂ. അപ്പൊ ജെന്ന്, നീ ഇത്ര മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് അവിടെ കൈജു വന്നതിന്റെ അലാം അടിക്കുവാണ്. അപ്പൊ ജെന്ന്, ആ കൈജു അറ്റാക്ക്, പെർഫെക്റ്റ് ടൈം, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന കണ്ട് നിനക്ക് നിറയെ ഇവിടുന്ന് പഠിക്കാം, അതിന് ഞാൻ നിനക്ക് ഇവിടെയുള്ള ബെസ്റ്റ് സീറ്റ് തന്നെ തരാം. അടുത്ത സീനിൽ കാണിക്കുന്നത് കടലില് വലിയൊരു കൈജു വരുവാണ്. കൈജുവിന്റെ ആക്ടിവിറ്റി കണ്ട ഉടനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കോള് പോവുകയാണ്. പെട്ടെന്ന് അവിടെയുള്ള ഹെലികോപ്റ്ററും 5 മിനിറ്റ് കൊണ്ട് അവിടെയുള്ള ഡിഫൻസ് ഫോഴ്സിന്റെ അടുത്തൊക്കെ പ്ലാൻ ഒക്കെ കൊടുത്ത് എല്ലാവരും ഇറങ്ങുവാണ്. വലിയ പീരങ്കികളും കൈജുവിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം അവിടെ സെറ്റാണ്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരുടെ ഫോണിലൊക്കെ കൈജു അലാം അടിക്കുവാണ്. പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റുവാണ്. അങ്ങനെ ആ കടലിൽ നിൽക്കുന്ന ഗോഡ്സില പോലത്തെ കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പീരങ്കികളൊക്കെ സെറ്റായി അവിടെ നിൽക്കുവാണ്. അങ്ങനെ കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുവാണ് അവര്. എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ കൈജുവിനെ. പെട്ടെന്ന് ആ ഗോഡ്സില പോലത്തെ കൈജു കടലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അത് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണെന്ന് കരുതിയപ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന ഒരു പാലം പൊട്ടിച്ചു വിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ആ പാലം ഫുള്ള് വെള്ളത്തിലേക്ക് പതിക്കും. അപ്പൊ അവിടെയുള്ള സിറ്റുവേഷൻ ഒക്കെ അങ്ങനെ മാറുവാണ്. ജെന്നിന് വേഗം അപ്ഡേറ്റ് കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ ജെന്ന്, പ്ലാൻ ഞാൻ മാറ്റിയിരിക്കുന്നു, ഷിനോനോമി, മിയാക്കെ, തച്ചിബാന, നിങ്ങൾ വേഗം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരൂ. ഹാസെഗാവ, ഡൈകോക്കു പേർ, നിങ്ങൾ ആ കൈജുവിന്റെ വേഗത എങ്ങനെയും കുറയ്ക്ക്. അപ്പൊ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്യൂട്ടിലുള്ള പവർ മൊത്തം യൂസ് ചെയ്തിട്ട് അവര് പറഞ്ഞ പോലെ ആ കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഷിനോമി എങ്ങനെ മനസ്സിൽ കരുതുവാണ്, അതിഗംഭീരമായിരിക്കുന്നു, ആ കൈജുവിന്റെ ടോട്ടൽ കൺട്രോളും കയ്യിലെടുത്തിരിക്കുവാണ്. അതുമല്ലാണ്ട് ആ അറ്റാക്ക് ചെയ്യുന്നവരൊക്കെ അവരുടെ സ്യൂട്ടിലുള്ള പവർ 40% മേലെയാണ് അവർ അബ്സർവ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ അവരുടെ കയ്യിലിരിക്കുന്ന വെപ്പണും ഭയങ്കര സ്ട്രോങ്ങും പവർഫുള്ളും ആയിരിക്കും. അങ്ങനെ ജെന്നിന് അടുത്ത അപ്ഡേറ്റ് വരുവാണ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജെന്ന് ഒരു ഷൂട്ട് കേസ് എടുത്തിട്ട്, കിക്കൊരു ഷിനോമിയ, മാനേഴ്സ്, ഹാർഡ് വർക്ക്, ഗ്രേസ്, ഇതൊന്നും നിന്റെ അടുത്തുനിന്ന് എനിക്ക് വേണ്ട, എനിക്കാകെ ഒന്നേ ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോഴത്തേനും അവന്റെ കണ്ണിലെ കൃഷ്ണമണി ഒരു ക്രോസ് രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് അവൻ ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ചാടുവാണ്. എന്നിട്ട് അവിടെ നിന്ന് പറന്ന് കൈജുവിന്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേനും അവൻ ആ ഷൂട്ട് കേസിൽ പിടിച്ചൊരു ബട്ടൺ നിൽക്കുമ്പോഴത്തേനും ആ ഷൂട്ട് കേസ് ഒരു വെപ്പണായി മാറുവാണ്. എന്നിട്ട് അവൻ മൊത്തം പവറും എടുത്തിട്ട് ആ കൈജുവിന്റെ മേലെ ഈ വെപ്പൺ കൊണ്ട് കുത്തി ഇറക്കുവാണ്. അപ്പൊ ആ ഗോഡ്സിൽ അവിടെ കിടന്ന് കാറും. എന്നിട്ട് ആ വെപ്പണില് ഒരു ട്രിഗർ അമർത്തുമ്പോഴത്തേനും ഗോഡ്സിൽ അവിടെ പൊട്ടി ചെതറിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം മൊത്തം ചോരയും അതിന്റെ ശരീരാവശിഷ്ടങ്ങളും കൊണ്ട് നിറയും. ഏകദേശം ആ ഏരിയ മൊത്തം ആ കൈജുവിന്റെ ബ്ലഡ് ആയിരിക്കും. എന്നിട്ട് ജെന്ന അവിടെ ഇരുന്നിട്ട്, എനിക്ക് നിന്റെ അടുത്ത് നിന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ നീ നിന്റെ അൺസ്റ്റോപ്പബിൾ പവർ എന്താന്ന് നീ എനിക്ക് കാണിക്ക്, എനിക്ക് നിന്റെ ഭക്തിയും മസിൽ പിടുത്തം വേണ്ടാന്ന് പറയാണ് ജെന്ന് ഷിനോമിയന്റെ അടുത്ത്. അപ്പൊ ഷിനോമിയക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുവാണ്. എന്നിട്ട് ഷിനോമിയ, ഇത് കൊള്ള അടിപൊളിയായിരിക്കുന്നു. അങ്ങനെ അവരുടെ മിഷനൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു സ്ഥലത്ത് ഇരിക്കുവാണ്. അപ്പൊ അവിടെ ഇരുന്നിട്ട് മൊബൈൽ നോക്കിയിട്ട് ജെന്ന് കിടന്ന് കാറുവാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ ഫോട്ടോ ഒന്നും വരുന്നില്ല, എന്ത് ചെയ്താലും ആ മീനയാണ് ട്രെൻഡിങ്ങിൽ ഇരിക്കുന്നത്, നോക്ക് ഷിനോമിയ, അവളാണ് എപ്പോഴും ട്രെൻഡിങ്ങിൽ
സീനിലുള്ളത്. ഞാനല്ലേ ആ കൈജുവിനെ ഇപ്പൊ കൊന്നത്. എന്നിട്ട് അവൻ തന്നെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, ക്യാപ്റ്റൻ അല്ലേ, കുറച്ച് മര്യാദ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അപ്പൊ ഷിനോമി അവിടെ ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് വല്ല ചെറിയ പിള്ളേര് കാണിക്കുന്ന പോലെയുണ്ട്. അപ്പൊ അവന്റെ വേറൊരു ഫോണ് അവിടെ ഇരുന്ന് കുറെ പ്രാവശ്യമായിട്ട് കോള് വന്നോണ്ടിരിക്കണ്ടായിരിക്കും. എന്നിട്ട് ഷിനോമിയ, നീ ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യ്, കുറെ നേരമായില്ലേ അത് ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ജെൻ, അതൊന്നും കുഴപ്പമില്ല, അതാ വയസ്സായ ആൾക്കാരായ ഇസാവോ സാനും ഹാസെഗാവോ ആയിരിക്കും. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ട് അടുത്ത മീറ്റിംഗ് വെക്കാനുള്ള പരിപാടിയായിരിക്കും. ഞാൻ എന്തിനാ എന്റെ ഉച്ചത്തെ ബ്രേക്ക് അവരുടെ ഒപ്പം ചെലവഴിക്കുന്നേ? ഞാൻ ഇവിടെ കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കട്ടെ. അപ്പത്തേനും അവിടെ ഹാസെഗാവോ വന്നിട്ട് പതിവ് പോലെ അവനൊരൊറ്റ ചവിട്ടി വിട്ടുകയാണ്. അവന് ഇരുന്ന ബെഞ്ച് തെറിച്ചു പോയി വീഴും. കാരണം ഇത് നിന്റെ ജോലിയാണ്, വാ പോവാന്ന് പറഞ്ഞിട്ട് വൈസ് ക്യാപ്റ്റൻ അവനെ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. അപ്പൊ ജെന്ന അവിടെ കിടന്ന് കാറുവാണ്. നിക്ക് എന്താ ഇപ്പൊ ഇത്ര അർജന്റ്? അത് കൈജു നമ്പർ 8 കുറിച്ചാണ് എന്ന് ഹാസഗുവ പറയുവാണ്. അടുത്ത സീനില് കഫ്ക ഹീബിനോനെ കാണിക്കുവാണ്. അവനവിടെ പുഷപ്പ് എടുത്തോണ്ട് കിടക്കുമായിരിക്കും. 5 ദിവസം കഴിഞ്ഞു, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് ഡയറക്ടർ ജനറൽ പറഞ്ഞത് ഓർമ്മിക്കുവാണ്, നീ നിന്റെ വർത്ത് ഇവിടെ പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് കഫ്ക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്ത് നടന്നാലും ഞാനത് ചെയ്യും. പെട്ടെന്ന് അവിടേക്ക് കുറച്ച് ഡിഫൻസ് ഫോഴ്സ് വരുവാണ്. കൈജു നമ്പർ 8 ഞങ്ങളുടെ കൂടെ വരൂ. അങ്ങനെ അവൻ അവിടെ വരുമ്പത്തേനും ഷിനോമിയ അവിടെ നിൽപ്പണ്ടായിരിക്കും. അങ്ങനെ ഡയറക്ടറിന്റെ ഓഫീസിലേക്കായിരിക്കും അവര് പോണ്ടാവുക. അപ്പൊ കഫ്ക ജെന്നിനെ നോക്കിയിട്ട് മനസ്സിൽ, എന്താ ഇത് ഫസ്റ്റ് ഡിവിഷനിലെ ക്യാപ്റ്റൻ ജെൻ നറുമിയല്ലേ, ഇയാളെന്താ ഇവിടെ ചെയ്യുന്നേ? എന്നിട്ട് ഡയറക്ടർ കഫ്കനെ വിളിച്ചിട്ട്, ഞാൻ നിന്നെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് മൂവ് ചെയ്യാണ്. നീ ശക്തനായ കൈജു ആണ്. നീ സ്ട്രോങ്ങസ്റ്റ് ആയ ജപ്പാനിലെ ആന്റി കൈജു ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇത് ഏറ്റവും നല്ല സ്ട്രോങ്ങസ്റ്റ് ഡിവിഷൻ ആയിട്ട് മാറ്റണം. അടുത്ത മിഷനിൽ നീ ആരാണെന്ന് നീ കാണിക്ക്. അപ്പോഴേ ഇവിടെ ഉള്ളവരെല്ലാവരും നിന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്താ, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ കഫ്ക ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, എനിക്ക് കൈജു ആയിട്ട് ഈ ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ ഞാനിപ്പോ അത് ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാന്ന് പറയുമ്പത്തേനും ജെന്ന് വേഗം അതിന്റെ ഇടയിൽ കയറിയിട്ട്, എനിക്കിതിൽ താല്പര്യമില്ല, ഇവിടെ ആവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആണ്, അത് ഞാനാണ്, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാൻ നിൽക്കുവാണ്. അപ്പൊ ഡയറക്ടർ, ഇത് തീർന്നിട്ടില്ല. കൈജു നമ്പർ 9 ഹ്യൂമൻസിന്റെ ഉള്ളിൽ കയറിയിട്ട് കാണാതായി അതിന് മറങ്ങിയിരിക്കാൻ കഴിവുണ്ട്. കൈജു നമ്പർ 10 അത് ഡിഫൻസ് ഫോഴ്സിലുള്ള ഇൻസ്റ്റാലേഷനെ വരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കൈജുകളെല്ലാം നേരത്തെ വന്ന കൈജുകളെ കഴിഞ്ഞും വ്യത്യസ്തമാണ്. അതുമല്ലാണ്ട് കൈജുകളുടെ അറ്റാക്ക് കൂടി വരുവാണ്. നീ അറഗന്റ് ആലോചിക്കാണ്ട് എന്താണോ നമുക്കിപ്പോ ആവശ്യം അതനുസരിച്ച് നീ ആലോചിക്ക്. എന്നിട്ട് ജെൻ, എപ്പോഴും ഉള്ള പോലെ നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല, ഇതിലും നല്ല വഴി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈജു നമ്പർ 8 ഒരു വെപ്പൺ ആക്കിയിട്ട് ഞാൻ അതിനെ യൂസ് ചെയ്യാം. എന്നിട്ട് കഫ്ക ഇത് കേട്ടിട്ട് ജെന്നിനോട് പറയുവാണ്, എന്നെ കൊണ്ട് മരിക്കാൻ സാധിക്കില്ല, എന്നെ വിശ്വസിക്കുന്ന കുറെ പേര് ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അവൻ ചെറുപ്പകാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുവാണ്, മീനയും അവനും കൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ. എനിക്കിത് ചെയ്തേ പറ്റൂ, ഞാൻ എന്റെ ജീവിതത്തോട് ഉറച്ചു നിന്നേ സാധിക്കുള്ളൂ. എന്നിട്ട് ജെന്നിനോട് സല്യൂട്ട് ചെയ്ത്, എന്റെ പേര് കഫ്ക ഹീബിനോ, ഞാൻ ഫസ്റ്റ് ഡിവിഷനിൽ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ജെന്ന് വായക്കൂടെ പുകയും വിട്ടിട്ട് അവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്റെ ഫീലിംഗ് കേട്ടിട്ടൊന്നും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. നിന്റെ സിറ്റുവേഷൻ നീ എന്നെ റിസോൾവ് ചെയ്യണം. നീ നിന്റെ സ്ട്രെങ്ത്തും റിസൾട്ടും ആദ്യം കാണിക്കേ. പിന്നെ ഇനി എങ്ങാനും നിന്റെ കൺട്രോൾ നീ കളഞ്ഞ ഞാൻ നിന്നെ കൊന്ന് നിന്നെ ഒരു സ്യൂട്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയിടും. എന്നിട്ട് ജെന്ന അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനില് ഹൊഷീന മീനന്റെ അടുത്ത് കഫ്ക ഉൾപ്പെടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവരും അവരുടെ പുതിയ ഡിവിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മീന, നമുക്ക് നമ്മുടെ ജോലികൾ തന്നെ നിറയെ ഇരിപ്പുണ്ട്, വേറെ എന്തേലും ഉണ്ടോ? ഞാൻ ട്രെയിനിങ് ചെയ്യാൻ പോവാണ്, നീ എന്റെ കൂടെ വാ. അടുത്ത സീനില് ഷിനോമിയ വീട്ടിൽ പോയി അവളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുവാണ്. അപ്പൊ അവൾ ഒരു ഫോട്ടോ നോക്കിയിട്ട് സങ്കടത്തോടെ നിൽക്കുവാണ്. അടുത്ത സീനില് ഡയറക്ടർ ജനറൽ ഒരു ലാബ് പോലത്തെ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഏതോ ഒരു സാധനത്തിനെ പറ്റി പരീക്ഷിച്ചോണ്ടിരിക്കുവായിരിക്കും, അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അടുത്ത സീനില് പെട്ടെന്നൊരു എർത്ത് കേക്ക് ഉണ്ടാവുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു ഏരിയയിലുള്ള ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു വീണോണ്ടിരിക്കുവാണ്. അങ്ങനെ അവിടെ എന്തോ ഭയങ്കരമായിട്ട് എന്തോ സംഭവിക്കുവാണ്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.